നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഡേറ്റ, സർക്കാരിൻ്റെ ഡേറ്റ മിസ്യൂസ് ചെയ്യുന്നു, പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുന്നു എന്നൊരു ഇഷ്യൂ ഉണ്ട്. ഹൈക്കോടതി അതിൽ ഒരു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു പെറ്റീഷന്റെ മറുപടിയായി പറയുകയും ചെയ്തു. സാർ, എന്താണ് നടക്കുന്നത്? അതായത് എല്ലാവർക്കും അറിയാം, സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ നമ്മളുടെ സർക്കാരിന്റെ കൈകളിലാണ്. അത് കേന്ദ്രത്തിന്റെ ആണെങ്കിലും സംസ്ഥാനത്തിന്റെ ആണെങ്കിലും നമ്മുടെ ഒക്കെ ഡേറ്റയുടെ സ്റ്റോറേജ് അൾട്ടിമേറ്റ്ലി സർക്കാരിന്റെ കയ്യിലാണ്. പക്ഷെ സർക്കാർ ആ ഡേറ്റ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പ്രൈവറ്റ് സെക്ടറിലുള്ള ടെക്നോളജി കമ്പനികൾക്ക് ഇത് കൈമാറേണ്ടി വരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അത് ടെക്നോളജിക്കലായി ഉപയോഗിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതുവരെ ഇല്ല. അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഡേറ്റ സ്റ്റോർ ഹൗസ് എന്ന് പറയുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞങ്ങളൊക്കെ സിറ്റികളുടെ ഡൽഹിയിലൊക്കെ കയറാറുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പോരുന്ന എല്ലാവർക്കും സർക്കാരിൻ്റെ ഡേറ്റ എങ്ങനെ റിലയബിൾ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു പദ്ധതി ഇപ്പം കാർ സെയിൽസ് ഇന്ത്യയിൽ എങ്ങനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്? 10 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള ആൾക്കാർ ഒരു സിറ്റിയിൽ, ഡൽഹിയിൽ എത്ര പേരുണ്ട് എന്നുള്ളൊരു ഡേറ്റ ഈ കാർ കമ്പനികളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവർ മേടിക്കുകയാണ് മാർക്കറ്റിൽ നിന്ന്. സർക്കാരിൻ്റെയാണ് ഡേറ്റ. അത് 10 ലക്ഷത്തിൽ കൂടുതൽ ITR, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവരുടെ ഡേറ്റ അവരുടെ കയ്യിൽ, കാർ കമ്പനികളുടെ കയ്യിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കാർ ഡീലേഴ്സിൻ്റെ കയ്യിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫോൺ കിട്ടും. നിങ്ങൾക്ക് ഇന്ന കാർ മേടിക്കാൻ താല്പര്യമുണ്ടോ? പ്രത്യേകിച്ച് നമ്മളൊക്കെ ഗൂഗിളിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കാറുകളുടെ അഡ്വർടൈസിലും നമ്മൾ പോയി ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോൺ കിട്ടും. അപ്പോൾ അവർ വെരിഫൈ ചെയ്യും ഇയാൾക്ക് 10 ലക്ഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 8 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടോ, അയാൾക്ക് ജോലിയുണ്ടോ എന്നൊക്കെ അവർക്ക് ITR നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ഒരു സംഗതി അത് രാഷ്ട്രീയമായി ആദ്യമായി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും അത് എഫക്റ്റീവായി നടപ്പിലാക്കിയതും BJP ആണ്. അത് നമ്മൾ 2014 കണ്ടതാണ്. ഈ സർക്കാരിൻ്റെ ഡേറ്റ, അവരുടെ കയ്യിലുള്ള ഡേറ്റ, അത് എങ്ങനെ രാഷ്ട്രീയ പ്രൊപ്പഗൻഡയ്ക്ക്, സർക്കാരിൻ്റെ പദ്ധതികളുടെ പ്രൊപ്പഗൻഡയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു മോഡൽ ശരിക്കും കാണിച്ചു തന്നേക്കുന്നത് BJP ആണ്. പക്ഷേ ഇതിനെയൊക്കെ ഐഡിയോളജിക്കലി എതിർക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ അതേ പാത പിന്തുടരുന്നു എന്നുള്ള ഒരു ദയനീയമായ കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദൗർഭാഗ്യകരമായ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പൗരന്റെ സ്വകാര്യതയെയും അയാളുടെ അവകാശങ്ങളുടെയും ചോദ്യം ചെയ്യലാണെന്ന് വരുമ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു നീക്കം ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ RSS BJP സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന എല്ലാത്തരം തിരുമറികളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി സ്വന്തം സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണത്തിന് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമാണ്. അത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ധാർമ്മികമായിട്ടുള്ള ഇതിന് വലിയ നഷ്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻസ് ഇനി അവരെന്താണ് ഒടുവിൽ പറയാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ തന്നെ അവരുടെ ഒബ്സർവേഷൻസ് വലിയ കനത്ത പരിക്കാണ് LDFനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെങ്ങനെ മറികടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അവർ നിർത്തി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം എനിക്കും അത്തരത്തിൽ ഒരു എൻ്റെ വാട്സപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ചോദ്യം വന്നു. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഉന്നയിക്കാമെന്ന്. ഞാൻ ഉന്നയിച്ചു. കാരണം എൻ്റെ വ്യക്തിപരമായ ആവശ്യമല്ല, എൻ്റെ നാട്ടിലേക്ക് ബോട്ട് സർവീസ് വേണം വർക്കലയിൽ നിന്ന് കോട്ടപ്പുറത്തേക്ക്. അങ്ങനെയുള്ള അവിടെ പിന്നെ ബാബുരാജിന് ഒരു മ്യൂസിയം, സംഗീത മ്യൂസിയം കോഴിക്കോട് വേണം തുടങ്ങിയ പൊതുകാര്യങ്ങൾ ഞാൻ അതിലൂടെ ഉന്നയിച്ചു. അത് എൻ്റെ താല്പര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് മേടിക്കാൻ,
മേടിക്കാൻ കഴിയുന്ന, വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനമായി മാറ്റുക എന്നത് നമ്മൾ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ്. നമ്മൾ ബീഹാറിൽ അത് കണ്ടതാണ് ഞാൻ. കാരണം ബീഹാറിൽ തുക എത്തേണ്ട സ്ത്രീയുടെ കുടുംബാംഗത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കേന്ദ്ര സർക്കാരിന് അവൈലബിൾ ആക്കിക്കൊണ്ട് അവർക്ക് നേരിട്ട് പണം കൈമാറുകയാണ് മോഡി സർക്കാർ ചെയ്തത്. വാസ്തവത്തിൽ ഏകദേശം അതുപോലെ തന്നെ അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇത് ഈ ഡേറ്റ ഞാൻ BJP സർക്കിളിൽ നിന്ന് കേട്ടിട്ടുള്ളത് 20-25 കോടി ആൾക്കാർ ഇന്ത്യയിൽ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനത്തിന്റെ ബെനിഫിഷ്യറീസ് ആണ്. അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ അഡ്രസ് എല്ലാം സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് ഏകോപിപ്പിച്ച് അവരെ നേരിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളം തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ LPG തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വീട് തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് 10,000 രൂപ തന്നു എന്ന് പറഞ്ഞ് അവരുടെ വോട്ട് പിടിക്കുകയാണ് നേരിട്ട്. ഞാനിതിൽ ഒന്നേ കാണുന്നുള്ളൂ, ഈ ഡേറ്റ എന്ന് പറഞ്ഞ സർക്കാരിന്റെയും രാജ്യത്തിന്റെയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റി, ഇതിന്റെ ഉപയോഗത്തെ പറ്റി ഒരു നിയമം വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സാർ. എനിക്ക് തോന്നുന്നു ഇതാണ്, രാഷ്ട്രീയക്കാർ തന്നെ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ ചെയ്യുമോ എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് BJP ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഒരു എക്സാമ്പിൾ കാണിക്കാവുന്നതാണ്. ഈ ഡേറ്റ സർക്കാരിൻ്റെ ഇരിക്കുന്ന ഡേറ്റ ജനങ്ങളുടെ ഡേറ്റയാണ്, രാജ്യത്തിൻ്റെ ഡേറ്റയാണ്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇതായിരിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ, നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ. സർക്കാരിൻ്റെ ഇതുകൊണ്ട് സർക്കാരാണ് സൂക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് സർക്കാരിനെ നമ്മൾ എലക്ട് ചെയ്യുന്നത്, ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കൂടെയാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഉപയോഗം ഒരു ജനാധിപത്യത്തിൽ അത് ഡെമോക്രാറ്റൈസ് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. BJPക്ക് എല്ലാ ഡേറ്റകളും മാത്രം കിട്ടുന്നതുകൊണ്ട് അവർക്ക് ചില അഡ്വാൻറ്റേജുകൾ ഉണ്ടാകും. അതുപോലെ ഭരിക്കുന്ന സർക്കാരിന് എപ്പോഴും ഉണ്ടാകും. പക്ഷെ ഇന്ന് ഈ ഒരു ലാക്ക് ഓഫ് ലെജിസ്ലേഷൻ, അതായത് ഇതിനൊരു നിയമമില്ല, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നില്ല. അത് ഭരിക്കുന്ന ആർക്കും എങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുകയാണ്. പണ്ട് കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾ തന്നെ ഭരിക്കുന്നുണ്ട്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ ഇന്ന് ഓപ്പോസിഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരു സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. കേരളത്തിന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ശരി, ഞങ്ങൾ ഉപയോഗിച്ചു, ഡേറ്റ നിങ്ങൾക്ക് വേണമോ, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്ന്, അല്ലെങ്കിൽ അതിന് നിയമസഭയിലോ അല്ലെങ്കിൽ യൂണിലാറ്ററലായിട്ട് ഇടതുപക്ഷ സർക്കാരിലെ ജനാധിപത്യത്തിലും ജനങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് കോൺഗ്രസിലും. നിങ്ങൾ എന്താ ചെറിയ താങ്കൾ ഈ പറയുന്നതിന്റെ വേറൊരു ഉദാഹരണം കോവിഡ് കാലത്ത് കേരളത്തിൽ കണ്ടതാണ്. സ്പ്രിംഗ്ലർ വിവാദം ഓർമ്മയില്ലേ? അന്ന് കേരളത്തിന്റെ മെഡിക്കൽ ഡാറ്റ ഒരു വിദേശ കമ്പനിയിലേക്ക് പോകുന്നു എന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആരോപണം ഉന്നയിക്കപ്പെട്ടത്. അതിൽ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന കോടതി വിധി വന്നെങ്കിലും ഈ ഡാറ്റയെ സംബന്ധിച്ച് നമ്മുടെ മനുഷ്യരുടെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു വിദേശ ഏജൻസിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും അപകടമാണെന്നൊരു തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മളുടെ ഡാറ്റ അത് ഒരുപക്ഷെ എന്തെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. താങ്കൾ ഓട്ടോമൊബൈലിന്റെ കാര്യം പറഞ്ഞു. നമ്മളുടെ ഓരോ വിപണന തുറയിലും നമ്മളുടെ ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് നാം വാങ്ങുന്നതും വിൽക്കുന്നതുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കിട്ടുന്ന ഒരവസ്ഥ GSTക്ക് ശേഷമുണ്ട്. അപ്പോൾ നമ്മളുടെ അഭിരുചികൾ പോലും തിരിച്ചറിഞ്ഞ് കച്ചവട സാധ്യതയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ നമ്മളുടെ ഡാറ്റയുടെ രക്ഷകർത്താവാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. ദേ ആർ ദ ഗാർഡിയൻസ് ഓഫ് അവർ ഡേറ്റ. അത് സംരക്ഷിക്കാൻ അവർക്ക് നിയമപരമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ കാണുന്ന ഒരു വൈപരീത്യം ശ്രദ്ധിക്കണം. ഡാറ്റ സർക്കാരിന് ജനങ്ങളുടെ ഡാറ്റ എല്ലാം കൈവശപ്പെടുത്താം, ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. എന്നാൽ ജനങ്ങൾക്ക്, സാധാരണ പൗരന് അവന്റെ ശരിയായ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി, അവന്റെ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി ഡാറ്റ ചോദിക്കുന്നതിന്
വലിയ വലിയ തടസ്സങ്ങളും അനുദിനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഡാറ്റ പൗരന്മാർക്ക് നിഷേധിക്കുന്നു, മറുവശത്ത് പൗരന്മാരെ കുറിച്ചുള്ള ഡാറ്റ മുഴുവൻ ശേഖരിച്ച് കുത്തകയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ദുരുപയോഗപ്പെടുത്തുന്നു. ഇത് രണ്ടിനെയും ഒരേ സമയം എതിർക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ചുമതല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സാർ. അത് മാത്രമല്ല സാർ, ഈ ഡേറ്റ ജനാധിപത്യവൽക്കരിക്കുക, അതായത് ഒരു ഫീസ് ഇപ്പൊ ആധാറിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അതിന്റെ എക്സാമ്പിൾ കാണിച്ചേക്കുന്നത് ടെലികോം സെക്ടറാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സിം കാർഡ് മേടിക്കണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാം. ആധാർ കാർഡിന്റെ നമ്പർ കാണിച്ചാൽ മതി, നിങ്ങളെ വെരിഫൈ ചെയ്യും, എന്നിട്ട് സിം കാർഡ് തരും. അതിന് ഇപ്പോഴും ടെലികോം കമ്പനികളുടെ ₹1 ഒരു വെരിഫിക്കേഷൻ ₹1 തുടങ്ങിയപ്പോൾ 20 രൂപയായിരുന്നു ഞാൻ കേട്ടു. ₹1 ടെലികോം കമ്പനി ആധാർ അതോറിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് സർക്കാർ തങ്ങളുടെ ഡേറ്റ ജനങ്ങളുടെ ഒരു പ്രയോജനത്തിന് വേണ്ടി ജനങ്ങളുടെ ഒരു ടെലികോം സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് നടത്തുന്ന ആ ഡേറ്റ മാനേജ്മെന്റ് നടത്താൻ വേണ്ടിയുള്ള പൈസ അവിടെ തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് താങ്കൾ വിചാരിക്കുക, ₹20 വെച്ച 10 കോടി റിലയൻസ് കസ്റ്റമേഴ്സ് എത്ര രൂപയാണ് ആ UIDക്ക് കിട്ടിയിരിക്കുന്നത്? അവരുടെ മൊത്തം ചെലവ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള എല്ലാ ചെലവും അവർക്ക് കിട്ടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പൊതു സ്വത്തുക്കൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്. ജിയോ എന്ന ടെലികോം കമ്പനി BSNLന്റെ ശവപ്പറമ്പിൽ നിന്നാണ് വളർന്നു വലുതായത്. ഇത് ഇന്ത്യയിലെ ടെലികോം ഞാനത് എഗ്രി ചെയ്തില്ല സാർ. കാരണം വെച്ചാൽ BSNLന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ BSNLന്റെ കുറച്ചു നാൾ എൻ്റെ കോർപ്പറേറ്റ് സെക്ടറിൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്തു. അന്ന് എൻ്റെ സുഹൃത്തായ ഡയറക്ടർ ഫിനാൻസ് പറയുമായിരുന്നു, അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴൊക്കെ ബാങ്കിലെ സിറ്റി ബാങ്കുകാരും ഫോറിൻ ബാങ്കുകാരും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കും, എന്താണ് പുതിയ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നോ, പൈസ മൊബിലൈസ് ചെയ്യുന്നു? ഇല്ല, ഞങ്ങൾക്ക് ഒരു 10 കോടി അല്ല, അന്നത്തെ 10-100 കോടി ലാഭമുണ്ട്, അത് ഞങ്ങളുടെ ബാങ്കിൽ കൂടെ ഇടണം എന്ന് പറയാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, അതായത് 2005 സിറ്റുവേഷനാണ്. 20 കൊല്ലം കൊണ്ട് നിങ്ങൾ എത്രയും മിസ്മാനേജ് ചെയ്തു, ഈ പരുവത്തിലാക്കി. അതുകൊണ്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കുറ്റം പറയുകയല്ല ഞാൻ, പക്ഷെ അത് താലത്തിൽ വെച്ച് കൊടുക്കുകയായിരുന്നു. മിസ്മാനേജ്മെന്റ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത മിസ്മാനേജ്മെന്റ് ആണ് അവിടെ തന്നെ. അതായത് 100 കോടി എനിക്ക് ഞാൻ അദ്ദേഹം വളരെ ഇതായിട്ട് പറയുന്നത്, ചെറിയ ഡോണ്ട് വറി, ദേ ആർ വെയിറ്റിംഗ് ഫോർ my time so that they will get some 10-50 crores to their bank. I can decide, okay, fine, this bank I am going to put this money. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഇന്നത്തെ സിറ്റുവേഷനിലേക്ക് പോയി. ഇത് മൊത്തം സർക്കാരിന്റെ നയപരമായ പിടിപ്പുകേടുകളും ഓഫ് കോഴ്സ് പ്രൈവറ്റ് സെക്ടർ ജിയോയുടെയും എയർടെലിന്റെയും വോഡഫോണിന്റെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ വെല്ലാനുള്ള കരുത്ത് ഇപ്പുറത്തില്ല. അതുകൊണ്ടാണ്, അല്ലാതെ കെടുകാര്യസ്ഥത എന്ന് നമ്മൾ പറയുന്ന ആ കെടുകാര്യസ്ഥതയാണ് ഇതിന് വളം വെച്ചു കൊടുത്തത് എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും അവിടെയാണ് സാർ. അതുകൊണ്ട് നമ്മൾ എവരാരും പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ വന്നപ്പോൾ ഇത് 20 കൊല്ലം കൊണ്ട് നടന്നതാണ് സാർ. ഞാനത് 20 കൊല്ലം കൊണ്ട് നടന്ന സംഭവമാണ് BSNL ഇങ്ങനെ ആയിപ്പോയത്. പക്ഷെ ഇന്നും BSNL അവരുടെ അഡാനിക്കോ അല്ലെങ്കിൽ അവരുടെ റിയൽ എസ്റ്റേറ്റ് മാത്രം കൊടുത്താൽ തന്നെ ആ കമ്പനി ലാഭത്തിലാവുന്നു. അപ്പൊ അതുപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ലോകത്ത് ഇന്ത്യയിലെമ്പാടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഡേറ്റയൊക്കെ BSNLന്റെ ഡേറ്റ തന്നെ 10 കോടി ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 ടവേഴ്സ് ഉണ്ടെങ്കിൽ, ആ ഇൻഫർമേഷൻ എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത സർക്കാർ ഇല്ലാത്തതാണ്. എനിക്ക് തോന്നുന്നത് ഇതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ച് രാഷ്ട്രീയക്കാരെ, എനിക്ക് തോന്നുന്നത് അവർക്ക് ഇതിനെപ്പറ്റി കുറച്ചു പേർക്കേ ഉള്ളൂ ഇതിനെപ്പറ്റിയുള്ള ഒരു വലിയ ഗ്രാഹ്യം. അത് അവരെ സെൻസിറ്റൈസ് ചെയ്യേണ്ട ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡേറ്റ
ഞാൻ പറയുന്നത് ഡേറ്റ ജനാധിപത്യവൽക്കരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഡേറ്റ ജനങ്ങളുടെയാണ്, എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ, അത് എക്സ്പ്ലോറ്റേറ്റീവ് അല്ലാതെ. പക്ഷേ UIDയുടെ അല്ലെങ്കിൽ ആധാർ നമ്പർ വെച്ച് ടെലികോം സെക്ടർ എങ്ങനെ ഉപയോഗിച്ചോ അത് എനിക്ക് തോന്നുന്നൊരു മോഡലാണത്. അത് ജനങ്ങൾക്ക് സൗകര്യമുണ്ട്, സർക്കാരിന് പൈസയും കിട്ടുന്നു. ഇത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സർക്കാരുകളുടെ ഈ ഹൈ ഹാൻഡ്നെസ്, അതായത് ഡേറ്റ ഞങ്ങളുടേതാണ്, ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ പറഞ്ഞ BJPക്ക് ഇത് ചെയ്യാം, അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഇതില്ല. പക്ഷെ ഈ സ്വകാര്യതയും ഡേറ്റ ജനാധിപത്യത്തെയും സംരക്ഷണവും താങ്കൾ പറയുന്ന ആരോ പറയുന്ന കേട്ടു, 21ാം നൂറ്റാണ്ടിലെ പെട്രോളിയമാണ് ഡാറ്റ എന്ന്, എനർജി അതാണ് ഡാറ്റ. അപ്പൊ അത്ര സംരക്ഷണം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ കാണിക്കുന്ന വിട്ടുവീഴ്ചകളും അത് കാണിക്കുന്ന ഇടതുപക്ഷമായാലും മറ്റ് കോൺഗ്രസ് സർക്കാരുകളായാലും ആരായാലും ഈ BJP പോകുന്ന വഴിക്ക് പോവുക എന്നത് അത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും. അത് കേരള ഗവൺമെന്റ് മനസ്സിലാക്കിയാൽ നന്ന്. എന്തായാലും കോടതി വിധിയുടെ വെളിച്ചത്തിൽ അവർ ഇതിൽ നിന്ന് തിരിച്ച് പിൻവാങ്ങും എന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ അതിന്റെ പാപഭാരവും പിണറായി സർക്കാർ പേറേണ്ടി വരും എന്ന് മാത്രം. മാത്രമല്ല, ജനങ്ങളെ പിടിച്ച് ആണയിടുന്ന ഇടതുപക്ഷക്കാർ ജനങ്ങളുമായിട്ട് നിരന്തരം ഇപ്പം വീട് കയറി സന്ദർശനം നടത്തുന്നു. പക്ഷെ അതിനിടയ്ക്കൂടെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത്ര വളരെ ഡയറക്റ്റായിട്ട് ജനങ്ങളോട് സംവദിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ ഡേറ്റ, ഇതുപോലൊരു ഡേറ്റ മാനിപ്പുലേഷന്റെ എനിക്ക് അധിക പ്രസംഗമാണെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് ചെറിയാൻ എനിക്ക് തോന്നുന്നത് ഈ അതിബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന കുറെ ഉപദേഷ്ടാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചുറ്റുമുണ്ട്. അപ്പോൾ അവർ തങ്ങളുടെ മിടുക്ക് കാണിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന വലിയ അതിബുദ്ധിയുള്ള തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന അതിബുദ്ധി ചക്രം ചവിട്ടും എന്നൊരു മലയാള വാക്കുണ്ട്. അതായത് നമ്മൾ കൊക്കിന്റെ തലയില് വെണ്ണ വെച്ച് പിടിക്കുമെന്നൊക്കെ. അത്തരത്തിലുള്ള ഉപദേഷ്ടകരാകാം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വഴിക്ക് ഈ സർക്കാരിനെ നയിക്കുന്നത് എന്ന സംശയം ബലപ്പെടുകയാണ്. അതാണ്. അപ്പൊ പക്ഷെ ഇതിന് ഒരേ ഒരു ഇതേ ഉള്ളൂ, ഈ ഡേറ്റ ഡെമോക്രാറ്റൈസ് ചെയ്യുക, അത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി. ചെറിയാൻ ഇന്നൊരു വാർത്ത ശ്രദ്ധിച്ചിരിക്കും. മുഖ്യമന്ത്രിയും ലാലേട്ടനുമായി ഒരു സവിശേഷ ഇന്റർവ്യൂ സർക്കാർ ചിലവിൽ ഒരു ഡോക്യുമെന്ററിയോ അല്ലെങ്കിൽ എന്തോ പ്രചരണ ചിത്രം നിർമ്മിച്ച് വിതരണം കാണിക്കാൻ പോവുകയാണ്. അത് ഗുണമോ ദോഷമോ ചെയ്യുക എന്ന് ഒരു ഇടതുപക്ഷ അനുഭാവിയായ എനിക്ക് ആകാംക്ഷയുണ്ട്. എന്തായിരിക്കും അതിന്റെ ഫലം? അതും അക്ഷയ് കുമാർ എന്ന ഹിന്ദി നടൻ മോഡിജിയെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പേ ഇന്റർവ്യൂ ചെയ്തു. അതേ ഫോർമാറ്റ്, അതേ ബുദ്ധി, അതേ അതിബുദ്ധി, അതേ എളുപ്പപ്പണി, രാഷ്ട്രീയ എളുപ്പപ്പണി, PR തന്ത്രം. ഈ PR തന്ത്രങ്ങൾ, ഇവന്റ് മാനേജ്മെന്റും PR തന്ത്രങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇന്ത്യയിൽ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുകയില്ല, വിശേഷിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഒരുപക്ഷെ കോൺഗ്രസിനും TDPക്കും അത് വിജയിക്കാൻ കഴിയുമായിരിക്കും PR ഉപയോഗിച്ച്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം PRും ഇവന്റ് മാനേജ്മെന്റിൽ വഴി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ളത് വ്യാമോഹമാണ്, ആത്മഹത്യാപരമാണ്. അത് ഇടതുപക്ഷം എത്രയും വേഗം മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലത്, കേരളത്തിനും നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി